2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. 1.5 വർഷം നീണ്ട കഠിന പരിശീലനം പൂർത്തിയാക്കിയ 152 കമാൻഡോകൾ കൂടി ഇനി കർമ്മപഥത്തിലേക്ക്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ 10ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ക്യാമ്പിൽ നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സല്യൂട്ട് സ്വീകരിച്ചു. സ്വയം സമർപ്പിക്കുക എന്നതാണ് നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം. രാഷ്ട്രപിതാവിന്റെ ഈ മഹത്വചനം ഈ 152 കമാൻഡോമാർക്ക് എന്നും ഒരു വഴിവിളക്കാണ്. ഈ പാഠശാലയിൽ നിന്ന് കൈവരിച്ച അറിവുകളും നേടിയ അനുഗ്രഹങ്ങളും ഈ ഉദ്യോഗസ്ഥരെ ഔന്നത്യങ്ങളിലേക്ക് നയിക്കും. ഈ ഭൂമികയിൽ നിന്നും സ്വായത്തമാക്കി കരുണയും സമഭാവനയും. പാണ്ടിക്കാട് കൊളപ്പറമ്പ് IRB ക്യാമ്പിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായ കാഴ്ചകളാണ് സമ്മാനിച്ചത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ 10ാമത് ബാച്ചാണ് 1.5 വർഷം നീണ്ടുനിന്ന കഠിന പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. 142 അംഗങ്ങളാണ് പരേഡ് പൂർത്തിയാക്കിയത്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാന്നിധ്യം കൊണ്ട് പ്രൗഢിയേക്കിയ കേരളത്തിലെ ബഹുമാനായ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സല്യൂട്ട് സ്വീകരിച്ചു. Your hard work has transformed these recruits into disciplined police professionals. The standards you have upheld today will strengthen Kerala police for years to come. Dear recruits, from today onwards, every decision you make while wearing uniform, this will contribute to the image of the Kerala police. Be professional in your conduct, humble in your approach, courageous in your actions, and unwavering in your commitment to justice. Remember that authority must always be exercised with restraint, fairness, and accountability. അഡീഷണൽ DGP ബൽറാം ഉപാധ്യായ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, IRB കമാൻഡന്റ് C വാഹിദ്, MSP കമാൻഡന്റ് M സലീം, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള MLA, ഉഷ വിജയൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥ്, വൈസ് പ്രസിഡന്റ് TC റമീഷ തുടങ്ങിയ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.